ഹലോ ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. ചിക്കൻ റോസ്റ്റിന് നമുക്ക് ആദ്യമായി തന്നെ ഒരു ഉരുളിച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. ചട്ടി ചൂടായതിനു ശേഷം സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഞാനിപ്പോൾ ഒരു 2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കനിലേക്ക് ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ഉപ്പ്, 1 സ്പൂൺ ഗരം മസാല, 1/2 സ്പൂൺ കുരുമുളക് പൊടി, ഇത്രയും നന്നായി മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂർ ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ ചിക്കനാണ് ഞാനിപ്പോൾ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. എണ്ണ ഇപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി എണ്ണയിൽ കിടന്ന് ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആവുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഓൾമോസ്റ്റ് ചിക്കൻ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ ഫ്രൈ ചെയ്ത അതേ എണ്ണ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അത്രയും ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ്. അതുകൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. പച്ചമണം മാറി നല്ലൊരു സ്മെല്ലിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനി അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് സവാളയാണ്. നീളത്തിൽ അരിഞ്ഞു വെച്ച സവാളയാണ്. പിന്നെ 2 സവാളയാണ് എടുത്തേക്കുന്നത്. അത് കൂടി നമുക്കിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ടു വരാൻ വേണ്ടി ഒരല്പം ഉപ്പ് കൂടി നമുക്ക് ഇതിനിടയിൽ ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. സവാള ഓൾമോസ്റ്റ് ഇപ്പോൾ വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി പൊടികൾ ചേർത്ത് കൊടുക്കണം. പൊടികൾ ചേർക്കുന്ന സമയത്ത് തീ കുറച്ച് സിമ്മിലേക്ക് വെച്ചതിന് ശേഷം വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ. ആദ്യമായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. മല്ലിപ്പൊടി ഒന്ന് ജസ്റ്റ് എണ്ണയിലൊന്ന് വഴറ്റിയെടുക്കാം. അതിന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അടുത്തതായിട്ട് നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അതുകൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഫ്രൈ ചെയ്യുന്ന സമയത്ത് മസാലയെല്ലാം ചേർത്തതാണ്. അപ്പോൾ അതനുസരിച്ചിട്ട് വേണം ഈ സമയത്ത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ. ഇനി അടുത്തതായിട്ട് മുളക് പൊടി ചേർക്കുന്നുണ്ട്. 1 സ്പൂൺ സാധാരണ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ആണ് ചേർക്കുന്നത്. ഇനി അടുത്തതായി നമുക്ക് ചേർക്കേണ്ടത് ചിക്കൻ മസാലയാണ്. ഞാനിപ്പോൾ ഒരു 2.5 സ്പൂൺ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇവയെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് വഴണ്ട് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമുക്ക് നല്ല രീതിയിൽ മിക്സ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 2 തക്കാളി മിക്സിയിൽ അരച്ചെടുത്തത് കൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തക്കാളിയുടെ പച്ചമണം കൂടി മാറി സവാളയോട് ചേർന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി 1 കപ്പ് തിളച്ച വെള്ളം കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി നന്നായി ഇളക്കി മസാല കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്കിനി വെയിറ്റ് ചെയ്യണം. നമുക്ക് മസാലയിലേക്ക് ആവശ്യമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഈ സമയത്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ലപോലെ സവാളയും മസാലയും എല്ലാം നല്ല രീതിയിൽ വഴണ്ട് എണ്ണ തെളിഞ്ഞു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
അതോടൊപ്പം തന്നെ ഒരു 1/4 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇവയെല്ലാം നന്നായി മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റ് സിമ്മിലിട്ട് നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കമൻസ് എല്ലാവരും അറിയിക്കണം.